ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില ദിവസങ്ങളിൽ നമുക്ക് നാമം ജപിക്കാനോ അതുപോലെ തന്നെ ചില അകാരണമായ ഭയങ്ങളുണ്ടാവാം, നെഗറ്റീവ് ചിന്തകൾ വന്ന് നിറയാം, ഭഗവാനിൽ നിന്ന് അകന്ന പോലെ തോന്നാം. ഇതിൽ നിന്നൊക്കെ നമുക്ക് മൈൻഡിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മാർഗമുണ്ട്. നമ്മൾ കണ്ണുകൾ അടച്ച് ഗോലോകത്തിലെ ഭഗവാന്റെ ആനന്ദലീലകൾ ആസ്വദിക്കാം. അപ്പം നമുക്ക് ആ ഭഗവാന്റെ ഗോലോകത്തിലെ ആനന്ദലീലകൾ കണ്ണുകൾ അടച്ച് ആസ്വദിച്ചാലോ? നാമകരണ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ രാമകൃഷ്ണന്മാർ നന്ദഗോപരുടെ ഗൃഹത്തിലെ മുട്ടുകുത്തി നീന്താൻ തുടങ്ങി. രണ്ടുപേരുടെയും കാലിൽ പൊൻചിലമ്പുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുട്ടുകുത്തി നീന്തുമ്പോൾ പൊൻചിലമ്പുകളുടെ ശബ്ദം കേട്ടിട്ട് ആരെങ്കിലും തങ്ങളെ പിടിക്കാൻ വരികയാണോ വിചാരിച്ചിട്ട് തിരിഞ്ഞു നോക്കും. ഇനി ആ പിടിക്കാൻ വരുന്ന ആൾക്കാരെ ഒളിച്ചു നിൽക്കുകയാണോ വിചാരിച്ചിട്ട് ഉറക്കെ ചിരിച്ചുകൊണ്ട് വേഗത്തിൽ മുട്ടുകുത്തി ഇങ്ങനെ നടക്കും. അങ്ങനെ മുട്ടുകുത്തി നടക്കുമ്പോൾ നന്ദഗോപരുടെ ഗൃഹത്തിലെ തറ കണ്ണാടി പോലെ തിളക്കമുള്ളതാണ്. അപ്പോൾ ഈ തറയിൽ ഇവർ മുട്ടുകുത്തി നടക്കുമ്പോൾ ഇവരുടെ തന്നെ രൂപം കണ്ടിട്ട് വേറെ ഉണ്ണികളാണോ വിചാരിച്ചിട്ട് അതിൻ്റെ മുഖത്ത് തൊടുക, കണ്ണിൽ തൊടുക, മുടിയിൽ തൊടുക, കമിഴ്ന്ന് കിടന്ന് ഉമ്മ വയ്ക്കുക, ഇങ്ങനെ കുറേ കുസൃതി തരങ്ങൾ കാണിച്ച് രാമകൃഷ്ണന്മാരെ നന്ദഗോപരുടെ ഗൃഹത്തിലെ മുട്ടുകുത്തി നടന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ണികൾ നടക്കാൻ പഠിച്ചു. ഉണ്ണികൾ എങ്ങനെയാണ് നടക്കാൻ പഠിച്ചെന്നോ? അമ്പാടിയിൽ മേഞ്ഞു നടക്കുന്ന പശുക്കൾക്ക് ഗോപിഗോപന്മാരുടെ വീടുകളിൽ സർവ്വ സ്വാതന്ത്ര്യമാണ്. അങ്ങനെ നന്ദഗോപരുടെ ഗൃഹത്തിൻ്റെ ഉള്ളിലും ഈ പശുക്കളൊക്കെ കയറി ഇറങ്ങും. എന്നിട്ട് പശുവിൻ്റെ വാലിൽ പിടിച്ച് പശു ഓരോ അടി വയ്ക്കുമ്പോൾ അതിനനുസരിച്ച് രാമകൃഷ്ണന്മാരും ഓരോ അടി വയ്ക്കും. പശു ഓടുമ്പോൾ കമിഴ്ന്നടിച്ച് അവിടെ വീഴും. അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. ഈ പശു പോയെങ്കിൽ വേറെ പശു അടുത്ത പശുവിൻ്റെ വാലിൽ തൂങ്ങി അതുപോലെ തന്നെ ഒറ്റടി വെച്ച് അങ്ങനെ രാമകൃഷ്ണന്മാരെ നടത്തം പഠിച്ചു. അതുപോലെ വളഞ്ഞ കൊമ്പുള്ള പശുക്കളെ നോക്കി കണ്ടുപിടിക്കും. എന്നിട്ട് ഒരു കൊമ്പിൽ കണ്ണനും മറ്റോ കൊമ്പിൽ രാമനും ഇങ്ങനെ ആടും. ആ കൊമ്പ് പിടിച്ചിട്ട് ഇങ്ങനെ ആടും. അതാണ് വേറൊരു ലീല. രാവിലെ എണീറ്റ് കഴിഞ്ഞ് പല്ല് തേക്കാൻ വിട്ടാലോ എല്ലാ കൂട്ടുകാരും അടുത്തുണ്ടാവും. പട്ടി, പൂച്ച, കുരങ്ങ്, പശുക്കൾ എല്ലാവരും ഉണ്ടാവും. അപ്പോൾ എല്ലാവരുടെയും വായിൽ കൈയിട്ട് നോക്കും. അഥവാ വല്ല ഇളകിയ പല്ലുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയും. എന്നിട്ട് അവർക്കൊക്കെ പല്ല് തേച്ച് കൊടുക്കും. ഇതാണ് രാവിലത്തെ ഉണ്ണികളുടെ വിനോദം. സന്ധ്യാസമയത്ത് യശോദാമ്മ നാമം ജപിക്കാൻ വിളിക്കും. രാമ, കൃഷ്ണ, നാമം ജപിക്കാം, വരൂ. എത്ര വിളിച്ചാലും അവർ വരില്ല. യശോദാമ്മയ്ക്ക് അറിയാം കളിയിൽ നിന്ന് കളിക്കണ സമയത്താണ് വിളിക്കണത്. അപ്പോൾ എന്തായാലും വിളിച്ചാൽ വരില്ല എന്ന് യശോദാമ്മയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ യശോദാമ്മ പറയും, വിളക്ക് വെച്ച് നാമം ജപിക്കാൻ വരുന്നത് ആരാണോ അവർക്ക് കദളിപ്പഴം തരാം. അത് കേട്ടതും രണ്ടാളും ഓടി വീട്ടിലെത്തും. അങ്ങനെ യശോദാമ്മ രണ്ടുപേരെയും കുളിപ്പിച്ച് നല്ല പട്ടുവസ്ത്രങ്ങളൊക്കെ ഇടിപ്പിച്ച് വിളക്കൊക്കെ വെച്ച് ഒരു തളികയിലെ കദളിപ്പഴം നിവേദ്യമായിട്ട് വെക്കും. എന്നിട്ട് യശോദാമ്മയുടെ രണ്ട് വശത്തും രണ്ടുപേരെയും ഇരുത്തും. യശോദാമ്മ നാരായണ നാമം ജപിക്കുകയാണ്. പക്ഷേ രണ്ട് സൈഡിൽ നിന്നും ഒരു ശബ്ദം പോലും കേൾക്കണില്ല. എന്താ രണ്ടുപേരും നാമം ജപിക്കാത്തേ? നാമം ജപിക്കണുണ്ടല്ലോ, അമ്മ കേൾക്കാണ്ടാണ്. ഉറക്കെ നാമം ജപിച്ചവർക്ക് കദളിപ്പഴം തരുള്ളൂ. അപ്പോൾ രണ്ട് ഭാഗത്തു നിന്നും നാരായണ 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 ജപിക്കാൻ തുടങ്ങി. നാരായണ നാമം ജപിച്ചു കഴിഞ്ഞപ്പോൾ യശോദാമ്മ സഹസ്രനാമം ജപിക്കാൻ തുടങ്ങി. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അമ്മ സഹസ്രനാമം ജപിക്കാൻ തുടങ്ങി. ഇതിപ്പോഴൊന്നും തീരില്ല ഏട്ടാ, നമ്മളിനി എന്ത് ചെയ്യും എന്ന മട്ടിലാണ് കണ്ണൻ രാമനെ നോക്കണത്. അപ്പോൾ കണ്ണൻ ചെറിയ കുസൃതി ഒപ്പിച്ചു. മുന്നിലിരിക്കുന്ന വിളക്ക് ഊതി അങ്ങോട്ട് കെടുത്തി. അമ്മേ, വിളക്ക് കെട്ടൂട്ടോ. അമ്മ, ഇതിപ്പോൾ എങ്ങനെയാ കെട്ടേ? കാറ്റ് വീശി. അപ്പോഴാണ് വിളക്ക് കെട്ടത്. കാറ്റ് വീശിയത് ഞാൻ കണ്ടില്ലല്ലോ. അത് ശരി, കണ്ണുകളടച്ച് നാമം ജപിക്കുന്ന അമ്മ എങ്ങനെയാണ് കാറ്റ് വീശുന്നത് കാണുക? കാറ്റ് വീശി വിളക്ക് കെട്ടു, അത്രയേ ഉള്ളൂ. അപ്പോൾ യശോദാമ്മ പറഞ്ഞു, രണ്ടുപേരും ഇവിടെ ഇരിക്കട്ടോ, ഇവിടെ നിന്ന് എങ്ങോട്ട് പോവല്ലേ, നല്ല ഇരുട്ടാണ്. അമ്മ വിളക്ക് കത്തിച്ചിട്ട് വരാട്ടോ. അമ്മ വിളക്ക് കത്തിച്ചിട്ട് വരുമ്പോഴേക്കും
തട്ടിലുള്ള കദളിപ്പഴമൊക്കെ കഴിച്ചേ അതിൻ്റെ തോല് മാത്രമാണ് കിടക്കുന്നത്. രണ്ടുപേരും അവിടെ നിന്ന് സ്ഥലം വിട്ടേക്കുന്നു. കണ്ണൻ കുഞ്ഞായിരുന്നപ്പോൾ കണ്ണനെ ഓരോ ഗോപികമാരും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഈ വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഗോപികമാരുടെ ഒരു ക്യൂ ആണ്. ഇന്ന് ഞാൻ കൊണ്ടുപോകും, ഉച്ചയ്ക്ക് നീ കൊണ്ടുപോവുക, അങ്ങനെ. അപ്പോൾ ഓരോരുത്തരും മാറി മാറി കൊണ്ടുപോയിട്ട് കണ്ണനെ അവർക്ക് മതിയാവോളം അലങ്കരിച്ചിട്ടാണ് അവർക്ക് ആനന്ദം കണ്ടെത്തിയിരുന്നത്. അങ്ങനെ നടക്കാൻ പ്രായമായപ്പോൾ ഇവരുടെയൊക്കെ വീട്ടിലേക്ക് കണ്ണൻ ഒറ്റയ്ക്ക് പോയി തുടങ്ങി. അങ്ങനെ വെറുതെ ഒന്നും അങ്ങ് കയറി ചെല്ലില്ല. അവരുടെ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ പോയി നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ആരെങ്കിലും നോക്കണുണ്ടോ, കാണുന്നുണ്ടോ, വിളിക്കുമോ എന്നറിയാനായിട്ട്. ആരെങ്കിലും വിളിച്ചാലേ അകത്തേക്ക് കയറുള്ളൂ, ഇരിക്കാൻ പറഞ്ഞാലേ ഇരിക്കുള്ളൂ. വലിയ അഭിമാനിയാണ്. അഥവാ വെണ്ണ വേണമെന്ന് ചോദിച്ചാൽ വേണ്ടാന്നേ പറയുള്ളൂ. നിർബന്ധിച്ചാൽ പറയും എനിക്കങ്ങനെ വെറുതെ ഒന്നും വെണ്ണ വേണ്ട, ഞാൻ എന്തെങ്കിലും പണിയൊക്കെ എടുത്തു തരാം. അപ്പോഴാണ് ആ ഗോപികയുടെ വീട്ടിലെ പാത്രങ്ങളൊക്കെ ഇരിക്കുന്നത് കണ്ടത്. ഈ പാത്രം അടുക്കളയിൽ വെക്കാനുള്ളതാണോ? അതെ. ഇപ്പം കൊണ്ടുവച്ച് തരാം, എനിക്ക് കുറച്ച് വെണ്ണ തന്നാൽ മതി. അത് കൊണ്ടുവച്ചു. അത് കഴിഞ്ഞപ്പോൾ ചെരുപ്പിരിക്കുന്നു. ഈ ചെരുപ്പ് കഴുകാനുള്ളതാണോ? അതെ. ചെരുപ്പ് കഴുകുക, എനിക്കൊരു തരി വെണ്ണ വേണം. അത് കഴിഞ്ഞപ്പോൾ മുറ്റത്തൊക്കെ ചപ്പു ചവറുകളുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ അടിച്ച് വൃത്തിയാക്കി തരാം, എനിക്ക് കുറച്ച് വെണ്ണ തന്നാൽ മതി എന്ന്. അങ്ങനെ ചപ്പു ചവറുകളൊക്കെ അടിച്ച് വൃത്തിയാക്കി. ഇനി അഥവാ അവർ വെണ്ണ കൊടുത്തില്ലെങ്കിൽ ആ പോണ പോക്കിൽ ആ ചപ്പു ചവറൊക്കെ അതേപടിയെ അകത്തേക്ക് ഇട്ടിട്ടേ പോവുള്ളൂ. ഗോപികമാരുടെ വീടുകളിലൊക്കെ പോയിട്ട് കണ്ണൻ അവർക്ക് പാട്ട് പാടിക്കൊടുക്കും, നൃത്തം ചെയ്തു കൊടുക്കും, മിമിക്രി കാണിക്കും. വീട്ടിൽ നിന്ന് ചിലപ്പോൾ വരുമ്പോൾ വേടൻ്റെയും കാടൻ്റെയും ഒക്കെ വേഷം ധരിച്ചിട്ടാണ് വരിക. അങ്ങനെ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ചേ അവരെ ചിരിപ്പിക്കും, സന്തോഷിപ്പിക്കും. അങ്ങനെ കുറച്ചും കൂടി വലുതായപ്പോൾ കണ്ണൻ അതിമനോഹരമായിട്ട് നൃത്തം വയ്ക്കാൻ തുടങ്ങി. ആ നൃത്തം കണ്ടിട്ട് ഗോപികമാർ വളരെയധികം ആനന്ദം അനുഭവിച്ചു. അപ്പോൾ ഈ നൃത്തം കാണാനായിട്ട് അവർക്ക് വളരെ കൊതിയാണ്. അപ്പോൾ ഗോപികമാർ പരസ്പരം പറയാണ്, കണ്ണനെ കൊണ്ട് നൃത്തം വെപ്പിക്കാൻ എന്താ ചെയ്യുക? അപ്പോൾ ഒരു ഗോപിക പറഞ്ഞു, ഒന്നും വേണ്ട, കുറച്ച് വെണ്ണ കൊടുത്താൽ മതി. വെണ്ണ കൊടുത്താൽ എന്ത് പരിപാടി കണ്ണൻ റെഡിയാണ്. അങ്ങനെ ഗോപികമാർ പറയുന്നതാണ്, നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ കണ്ണ, വെണ്ണ തരാം ഗോപാല മുകുന്ദ, വെണ്ണ തരാം ഗോപാല. അങ്ങനെ കണ്ണൻ നൃത്തം വയ്ക്കും, ഗോപികമാരെ വെണ്ണ കൊടുക്കും. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കണ്ണനെ മനസ്സിലായി ഈ ഗോപികമാർ തന്നെ പറ്റിക്കുകയാണ്. കാരണം അരമണിക്കൂറൊക്കെ നൃത്തം വെച്ചാൽ ഒരു ചെറിയ ഉരുള വെണ്ണയാണ് തരുന്നത്. അപ്പോൾ കണ്ണൻ ഒരു നിബന്ധന വെച്ചു, ആദ്യം വെണ്ണ ഉരുള വയ്ക്കുക, എന്നിട്ടേ ഇനി നൃത്തം വയ്ക്കുള്ളൂ. വലിയ ഉരുള വെച്ച ഗോപികയ്ക്ക് അരമണിക്കൂറൊക്കെ നൃത്തം ചെയ്തു കൊടുക്കും. ചെറിയ വെണ്ണ ഉരുള കൊടുത്ത ഗോപികയുടെ മുന്നിൽ ചെന്നിട്ട് 2 ചാട്ടം അങ്ങടെ ചാടും. എന്നിട്ട് പറയും, ഈ ചെറിയ വെണ്ണ ഉരുളയ്ക്ക് ഇത്രയൊക്കെ മതി കേട്ടോ എന്ന്. അങ്ങനെ എല്ലാവരുടെ വീട്ടിലും പോയിട്ട് കണ്ണൻ നൃത്തം ചെയ്യും. അതൊരു സാധാരണ നൃത്തമല്ല. റൂമിൽ പോയിട്ട് ഓടി നൃത്തം ചെയ്യും, അടുക്കളയിൽ പോയിട്ട് ഓടി നൃത്തം ചെയ്യും, പിന്നിലെ വരാന്തയിൽ പോയിട്ട് ഓടി നൃത്തം ചെയ്യും. കാരണം എന്താണെന്നോ, എവിടെയാണ് ഇവരെ തൈര്, പാല്, വെണ്ണ ഇതൊക്കെ വെച്ചിട്ടുള്ളത് എന്ന് നോക്കുകയാണ് കണ്ണൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം. മാത്രമല്ല ഇനിയിപ്പോൾ ഇതൊക്കെ കക്കാൻ വരുന്ന സമയത്ത് പിടിക്കപ്പെട്ടാൽ ഓടണ്ടേ? അപ്പോൾ അതിൻ്റെ ഓടാൻ വേണ്ടിയിട്ടുള്ള പിന്നിലെ വാതിലിൻ്റെ ലോക്കൊക്കെ എങ്ങനെയാണ് എന്നാണ് കണ്ണൻ ഈ നൃത്തത്തിലൂടെ കണ്ണൻ നോക്കണത്. അങ്ങനെ എല്ലാവരുടെ വീട്ടിലും വന്ന് ഓടി ഓടി നടന്ന് നൃത്തം ചെയ്യും. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞാൽ അവരെ വീട്ടിൽ വന്നിട്ട് വെണ്ണ, തൈര്, പാല് ഇതൊക്കെ കക്കും. അതാണ് കണ്ണൻ്റെ ഏറ്റവും വലിയ വിനോദം. അങ്ങനെ കണ്ണൻ നൃത്തം വെച്ച് പോയ ഗോപികമാരുടെ വീട്ടിലെ കുറച്ച് ദിവസം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ വെണ്ണ, പാല്, തൈര് ഇതൊക്കെ ഇങ്ങനെ കുറയാൻ തുടങ്ങി. പാൽപാത്രം നോക്കിയപ്പോൾ അടിയിലൊരു ദ്വാരം, പാലൊക്കെ പോയിരിക്കണം. ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവരുടെ വീട്ടിൽ വന്നു തുടങ്ങി. അപ്പോൾ അവർ പരസ്പരം പറയാണ്, വല്ല ചാത്തൻ്റെ ഉപദ്രവം എങ്ങാനും ആവോ? പാൽക്കുടം പൊട്ടിയേക്കണു, വെണ്ണ, തൈര് ഇതൊക്കെ കുറഞ്ഞു വരണു, അമ്പാടിയിൽ ഏതോ ചാത്തൻ ഇറങ്ങിയിട്ടുണ്ട് എന്ന് ആദ്യം അവർ വിചാരിച്ചു. പുറത്ത് ആരോടും ഇവരതൊന്നും പറഞ്ഞില്ല. പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ 2 ഗോപികമാരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു ഗോപിക പറഞ്ഞു, എന്താവ ഇപ്പോൾ പണ്ടത്തെ പോലെയൊന്നും പാലും തൈരും വെണ്ണയൊന്നും ഇല്ല, എല്ലാം വളരെ കുറവാണുള്ളത്.
അപ്പോൾ മറ്റേ ഗോപിക പറയാണ്, നിൻ്റെ വീട്ടിൽ കണ്ണൻ നൃത്തം ചെയ്യാൻ വന്നോ? ആ വന്നൂലോ. ആ അപ്പോൾ അവൻ തന്നെയാണ് ഇതൊക്കെ മോഷ്ടിക്കുന്നത്. അതെങ്ങനെ ശരിയാവും? നിൻ്റെ വീട്ടിൽ കണ്ണൻ നൃത്തം ചെയ്യാൻ വന്നതിന് ശേഷമല്ലേ പാല്, തൈര്, വെണ്ണ ഇതൊക്കെ കുറഞ്ഞു തുടങ്ങിയത്? അതെ. അപ്പോൾ പിന്നെ ചാത്തനല്ല, കണ്ണൻ തന്നെയാണ് കള്ളൻ. അങ്ങനെ കണ്ണൻ്റെ കള്ളത്തരം മനസ്സിലാക്കിയ ഗോപികമാരെല്ലാവരും കൂടിയിട്ട് ഈ പൊട്ടിയ കുടങ്ങളെല്ലാം എടുത്ത് യശോദാമ്മയുടെ അടുത്തേക്ക് വരികയാണ് പരാതി പറയാനായിട്ട്. യശോദേ, യശോദേ, ഒന്നിങ്ങ് വരൂ, കുറച്ച് കാര്യം പറയാനുണ്ട്. എന്താ? നിൻ്റെ മോനുണ്ടല്ലോ, വളരെ കുസൃതിക്കാരനാണ്. എന്തൊക്കെ കുരുത്തക്കേടുകളാണ് അവൻ ചെയ്യണത്. എന്ത് കുരുത്തക്കേടാണ് അവൻ ചെയ്തത്? ഇത് അസമയത്ത് വന്ന് പശുക്കുട്ടികളുടെ കയറ് അഴിച്ചു വിടും. എന്തിനാടാ നീ കയറ് അഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ ചിരിച്ചുകൊണ്ട് പറയും, അഴിച്ചു വിടലാണ് എൻ്റെ ജോലി. പശുക്കുട്ടിയെ അഴിച്ചു വിട്ടാൽ പശുക്കുട്ടി പോയിട്ട് പാൽ കുടിക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, എൻ്റെ അമ്മയുടെ പാല് ഞാനല്ലേ കുടിക്കണത്, അപ്പോൾ പശുവിൻ്റെ പാല് പശുക്കുട്ടിയല്ലേ കുടിക്കേണ്ടത് എന്നിങ്ങനെ ഓരോ ന്യായം പറഞ്ഞ് രക്ഷപ്പെടും. അതുമാത്രമല്ല, വീട്ടിൽ നിന്ന് വെണ്ണയും പാലും തൈരും ഒക്കെ കൊണ്ടുപോവുക. എന്നാൽ കുറച്ച് കഴിച്ചിട്ട് ഇവനവിടെ വെച്ചിട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല, അത് മൊത്തം കൊണ്ടുപോയിട്ട് കുരങ്ങന്മാർക്കും പക്ഷികൾക്കും പൂച്ചകൾക്കും ഒക്കെ കൊടുക്കുക. എന്നിട്ട് അന്ന് കുടമെങ്കിലും ബാക്കി വയ്ക്കുമോ? അതുമില്ല, കുടം പൊട്ടിക്കും. ഇന്നലെ എൻ്റെ വീട്ടിൽ നിന്ന് ഉടച്ച കുടത്തിൻ്റെ കഷ്ണമാണിത്. ഞാൻ തെളിവിനെ കൊണ്ടുവന്നതാ. നിനക്ക് വിശ്വാസം ആവില്ലല്ലോ ഞങ്ങൾ പറഞ്ഞാലേ, അതുകൊണ്ടാണ് ഈ ഉടഞ്ഞ കുടമായിട്ട് ഞങ്ങൾ വന്നത്. പക്ഷെ ഇങ്ങനെ ഗോപികമാർ കള്ളൻ കള്ളൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോൾ യശോദാമ്മയ്ക്ക് ഭയങ്കര വിഷമമായിട്ടാണ്. അപ്പോൾ യശോദാമ്മ പറഞ്ഞു, നിങ്ങൾ തന്നെയല്ലേ ചെറുപ്പത്തിലെ ഇവനെ എടുത്തിട്ട് നിങ്ങളെ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോയി പരിചയപ്പെടുത്തിയത്. നടക്കാറായപ്പോൾ അവൻ ഒറ്റയ്ക്ക് വന്നു തുടങ്ങി. ഞാൻ അന്ന് പറഞ്ഞതല്ലേ നിങ്ങളോട് കണ്ണനെ കൊണ്ടുപോകണ്ട, ഇവിടെ നിർത്തിക്കോന്ന്. അപ്പോൾ നിങ്ങൾ ആരും കേട്ടില്ല. മാത്രമല്ല, ഈ ചെറിയ കുട്ടിക്ക് എത്തുന്നിടത്താണോ നിങ്ങളുടെ വീട്ടിലെ വെണ്ണയും തൈരൊക്കെ വെക്കണത്? നിങ്ങൾക്ക് കുറച്ച് ഉയരത്തിൽ വെച്ചൂടെ? എൻ്റെ യശോദാമ്മേ, ഞങ്ങൾ ഉറിയുടെ മുകളിലാണ് ഇതെല്ലാം വെക്കുന്നത്. ഇവനെ പറ്റിക്കാനായിട്ട് ആദ്യത്തെ കുടത്തിലെ പച്ചവെള്ളം നിറയ്ക്കും, പിന്നത്തേലെ വെണ്ണ, പിന്നെയും പച്ചവെള്ളം വെക്കും, പിന്നെയും പാല് വെക്കും, പിന്നെയും പച്ചവെള്ളം വെക്കും, പിന്നെ തൈര് വെക്കും. അങ്ങനെയാണ് ഞങ്ങൾ സൂക്ഷിക്കുന്നത്. ഇവൻ വന്ന് ഇതിൻ്റെ ഈ ഉറിയുടെ അടിയിൽ നിൽക്കും. എന്നിട്ട് ഒരു ചൂഴ്ന്നൊരു നോട്ടാണ്. അപ്പോൾ അവനെ മനസ്സിലാവും. എന്നിട്ട് അവൻ നിന്ന് പറയും, ആദ്യത്തെ കുടത്തിലെ പച്ചവെള്ളം, രണ്ടാമത്തെ കുടത്തിലെ വെണ്ണ, മൂന്നാമത്തെ കുടത്തിലെ പച്ചവെള്ളം, നാലാമത്തെ കുടത്തിലെ പാല്, ഇങ്ങനെ പറയും. എന്നിട്ടോ അവിടെ നിന്ന് എത്തിച്ചു നോക്കും ഇത് കിട്ടുമോ എന്നുള്ളത്. പക്ഷേ കിട്ടണില്ല. ചാടി നോക്കും, ഒന്നും ഒരു രക്ഷയില്ല. അപ്പോൾ അവൻ്റെ കൂട്ടുകാരെ വിളിച്ചു കൊണ്ടുവരും. ആദ്യം 2 പേരെ വിളിച്ചിട്ട് വരും. എന്നിട്ട് അവരുടെ പുറത്ത് ഇവൻ കയറി നിന്നിട്ട് ആദ്യത്തെ കുടം എടുക്കും. അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ കുടം എടുക്കാനായിട്ട് പറ്റണില്ല. അപ്പോൾ ഒരു 4 കൂട്ടുകാരെ വിളിക്കും. അങ്ങനെ 4 ആൾക്കാർ വട്ടം കൂടി നിന്ന് അതിൻ്റെ മുകളിൽ 2 ആൾ നിന്ന് അതിൻ്റെ മുകളിൽ കണ്ണൻ കയറി നിന്നിട്ട് അടുത്ത കുടം എടുക്കും. അതിൻ്റെ മുകളിലത്തെ കുടം എടുക്കാൻ പറ്റാണ്ടാകുമ്പോൾ ഒരു 8 പേരെ വിളിക്കും. അങ്ങനെ കാരണം കുറേ ആൾക്കാരെ വിളിച്ചാലേ വെണ്ണ എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കണ്ടേ. അപ്പോൾ കുറച്ച് ആൾക്കാരെ വിളിക്കുള്ളൂ. അപ്പോൾ എടുക്കുന്ന കുടത്തിൽ നിന്ന് എല്ലാതും ഇവർക്കും കൂടി കൊടുത്ത് അങ്ങനെ എല്ലാം കഴിക്കും. എന്നിട്ട് ആ കുടം തല്ലി ഉടയ്ക്കുകയും ചെയ്യും. ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ പച്ചവെള്ളത്തിൻ്റെ കുടം മാത്രം ഉറിയിൽ ഭദ്രമായിട്ട് ഇരിക്കുന്നുണ്ടാവും. ഇത് മാത്രമൊന്നല്ല, എൻ്റെ വീട്ടിലെ വെണ്ണക്കുടത്തിൽ ഒരു ദിവസം വന്നിട്ട് കൈയിട്ട് നിൽക്കുക. അപ്പം ഞാൻ ചോദിച്ചു, എന്തിനാ വെണ്ണക്കുടത്തിൽ കൈയിട്ട് നിൽക്കണേ? അപ്പം പറയണേ, ഞങ്ങളുടെ വീട്ടിലെ വെളുത്ത പശുവിനെ കാണാനില്ല. ഞാൻ വന്നിട്ട് ഈ കുടത്തിൽ നോക്കിയപ്പോൾ അവിടെ വെളുത്ത നിറം. അപ്പം ഞാൻ ഈ പശുക്കുട്ടി എങ്ങാനും കുടത്തിൽ കയറി ഒളിച്ചിരിക്കുകയാണോ വിചാരിച്ചിട്ട് കൈയിട്ട് നോക്കിയതാ, അല്ലാതെ നിങ്ങളുടെ വെണ്ണ കക്കാനൊന്നല്ല ഞാൻ വന്നുള്ളത്. ഇതേപോലെ എൻ്റെ വീട്ടിലും വന്നൊരു ദിവസം. എൻ്റെ വീട്ടിലും വന്നിട്ട് ഇതുപോലെ വെണ്ണക്കുടത്തിൽ കൈയിട്ട് നിൽക്കുമ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ വെണ്ണക്കുടത്തിൽ കൈയിട്ട് നിൽക്കണേ? അപ്പോൾ പറയുകയാണേ, നല്ല വെയിലത്തല്ലേ കളിച്ചിരുന്നത്. അപ്പോൾ എൻ്റെ സ്വർണ്ണ വള വെയിൽ കൊണ്ടിട്ട് ചൂടായി. അപ്പോൾ ഈ വള കെടുക്കുമ്പോൾ എനിക്ക് കൈ ചൂടാവുക. അപ്പോൾ ഈ വള തണുപ്പിക്കാനായിട്ട് കുടത്തിൽ കൈയിട്ടതാ, അല്ലാതെ വെണ്ണയൊന്നും എടുക്കാനല്ല. എൻ്റെ വീട്ടിൽ ഇഷ്ടപ്രകാരമാണ് വെണ്ണ. പിന്നെ ഇപ്പം നിങ്ങളുടെ ഈ കുറച്ച് വെണ്ണയാണോ എനിക്ക് വേണ്ടത് എന്നൊക്കെ അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് രക്ഷപ്പെടുക.
ഇങ്ങനെ ഗോപികമാരുടെ പരാതി കേട്ടപ്പോൾ യശോദാമ്മയ്ക്ക് വിഷമായി. അപ്പോൾ യശോദാമ്മ അവരോട് പറയാണ്, കുറേ കാലം കഴിഞ്ഞ് ഞങ്ങൾക്ക് സന്താന ഭാഗ്യമില്ലാതെ ഉണ്ടായ ഉണ്ണിയല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഇവനെ കുറച്ച് ലാളിച്ചാണ് വളർത്തുന്നത്. ഇവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഇവൻ ഉടച്ച കുടത്തിൻ്റെ പകരം ഞാൻ വേറെ കുടം വാങ്ങിത്തരാം, അല്ലെങ്കിൽ അതിനുള്ള പൈസ തരാം എന്നൊക്കെ ഇങ്ങനെ യശോദാമ്മ പറയാണ്. അപ്പോൾ ഗോപികമാർ പറയാണ്, എൻ്റെ യശോദേ, ഞങ്ങൾ ഇതൊക്കെ ദേഷ്യത്തോടെ അല്ലെങ്കിൽ കരഞ്ഞിട്ടാണോ നിൻ്റെ അടുത്ത് വന്ന് പറയണത്? നീ ഇത്ര വിഷമിക്കാനായിട്ട് ഞങ്ങൾക്കിതിലൊന്നും ഒരു പരാതിയില്ല. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷമാണ്. ഇവൻ്റെ കുസൃതികൾ ഇങ്ങനെ വന്ന് പറയുമ്പോൾ പല പല ഭൗതിക ദുഃഖങ്ങളിൽ നിന്നും ഞങ്ങൾ മുക്തരാവുകയാണ്. ഞങ്ങൾ ഇവൻ്റെ ഓരോ കുസൃതി തരങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ഓരോ ദിവസങ്ങളും ആനന്ദത്തോടെയാണ് ഞങ്ങളുടെ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്തിനാണ് എൻ്റെ മുന്നിൽ വന്ന് നിന്ന് കള്ളൻ എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി പറയുന്നത്? യശോദേ, നിൻ്റെ മുന്നിൽ വന്ന് ഈ പരാതി പറയുന്നതിനൊരു കാരണമുണ്ട്. നിൻ്റെ മുൻപിൽ വന്ന് ഞങ്ങൾ പരാതി പറയുമ്പോൾ നിൻ്റെ സാരിയുടെ പിറകിൽ നിന്ന് 2 ഉണ്ടക്കണ്ണുകൾ ഞങ്ങളെ നോക്കി ചില ഗോഷ്ഠികൾ കാണിക്കുന്നുണ്ട്. തന്നെക്കുറിച്ച് പരാതി പറഞ്ഞ ഗോപികയെ നോക്കി നീ അമ്മയോട് എല്ലാം പറഞ്ഞു കൊടുക്കൂലേ? ഞാൻ അങ്ങോട്ട് വരണുണ്ട്, ഒരൊറ്റ വെണ്ണ നിൻ്റെ വീട്ടിൽ ഇനി ബാക്കി ഉണ്ടാവില്ല. ഇങ്ങനത്തെ ഭാവത്തിലാണ് ആ നോട്ടം. ആ കണ്ണൻ്റെ ആ കടാക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇതൊക്കെ വന്നിട്ട് പറയുന്നത്. ആ കണ്ണൻ്റെ ആ കുസൃതി നിറഞ്ഞ മുഖം, അവൻ്റെ നോട്ടം, അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ആനന്ദം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ഈ ആനന്ദത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇതൊക്കെ പറയുന്നത്. ഓരോ ദിവസവും ഓരോ ഗോപികമാരുടെ വീട്ടിൽ ചെന്ന് ഓരോ ലീലകൾ കാണിച്ച് അവരെ ആനന്ദത്തിലാക്കുന്ന കണ്ണൻ ഓരോ ദിവസവും എത്ര ലീലകളാണ് യശോദാമ്മയ്ക്ക് കാണിക്കുന്നത്. അപ്പോൾ യശോദാമ്മ അനുഭവിക്കുന്ന ആനന്ദം എത്രത്തോളം ഉണ്ടാവും? ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ.